മാന്യമിത്രങ്ങളെ നമസ്കാരം. ഞാൻ 10 ദിവസം മുമ്പ് ഒരു വീഡിയോ സന്ദേശത്തിലൂടെ നമ്മുടെ കേരളത്തിലെ AKT മെമ്പർമാരായ 3,00,000 കുടുംബങ്ങളോട് ഒരു സന്തോഷ വാർത്ത ഷെയർ ചെയ്തിരുന്നു. നാം നടത്തുന്ന ടൈലറിംഗ് ലേബേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പരിശീലനം, ഉൽപ്പാദനം, വിപണനം, ക്ഷേമം എന്ന നമ്മുടെ ആശയത്തിനെ, നമ്മുടെ പ്രവർത്തനങ്ങളെ RBI അംഗീകരിച്ചുകൊണ്ട് നമുക്ക് CSR ഫണ്ട് ഉപയോഗിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള 10ADയും 80Gയും സർട്ടിഫിക്കേഷൻ നമുക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ സമീപിക്കും CSR ഫണ്ടുള്ള സ്ഥാപനങ്ങളെ. ആ രീതിയിൽ നാം സമീപിച്ചത് ആദ്യമായി സൗത്ത് ഇന്ത്യൻ ബാങ്കിനെയാണ്. ആ സൗത്ത് ഇന്ത്യൻ ബാങ്ക് തന്നെ നമ്മളെ നേരിട്ട് അറിയാവുന്ന കാരണത്താൽ നമുക്ക് 71 ഇൻഡസ്ട്രിയൽ മിഷൻ, ഏകദേശം 25,000 രൂപ പെർ മിഷന് വിലമതിക്കുന്ന മിഷൻ സൗജന്യമായി തരാമെന്ന് പറഞ്ഞത് ഒരു വലിയ സന്തോഷകരമായപ്പോൾ, നമ്മുടെ പരിശീലനം കൊടുത്ത് നമ്മൾ ഇന്ന് മിഷൻ മേടിക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്ന 200ഓളം തൊഴിലാളികളിൽ നിന്നും ആ തൊഴിലാളികൾക്ക് 71 മിഷൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും നമ്മുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ 29 മിഷൻ നമ്മളും ഉഷ മിഷൻ കമ്പനിക്കാരൻ 5 മിഷനും തരുന്നേർത്ത് 105 മിഷൻ നമ്മുടെ ഈ 25ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരു സർപ്രൈസ് ആക്കിക്കൊണ്ട് അതിൻ്റെ സമാപന ദിവസമായ 16-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ പരിശീലിപ്പിച്ച 105 തയ്യൽ തൊഴിലാളികളായി നമ്മൾ അവരെ ഉയർത്തിക്കൊണ്ടുവന്നവർക്ക് വീടുകളിലിരുന്ന് തൊഴിലെടുത്ത് ഉപജീവനമാർഗം കഴിക്കാവുന്ന ഒരു സാഹചര്യം കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. നിങ്ങളും അങ്ങനെ കരുതുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശീലനം സിദ്ധിച്ച തൊഴിലാളികളിൽ 200ഓളം പേർക്ക് നമ്മൾ സ്ഥിരം തൊഴിൽ ഉറപ്പാക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രങ്ങളെ ടൈലർ ടച്ച് എന്ന നാമധേയത്തിൽ നമ്മുടെ കുടുംബങ്ങൾ തന്നെ വാങ്ങണമെന്നുള്ള ആശയത്തിന്മേൽ 1,00,000 രൂപ മൂലധനം വീതമുള്ള 300 കൗണ്ടറുകൾ തുടങ്ങിയപ്പോൾ ആ 300 സംരംഭകരും ഈ 200 തൊഴിലാളികൾക്കും പുറമെ ഈ 105 പേരും കൂടെ ചേരുമ്പോഴത്തേക്ക് 605 തൊഴിലാളികൾക്ക് നിത്യ വരുമാനം കൊടുക്കാൻ കഴിഞ്ഞ രാജ്യത്തെ അപൂർവം തൊഴിലാളി വർഗ സംഘടനകളിൽ ഒന്നായി ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നാളെ അറിയപ്പെടും എന്നുള്ള സന്തോഷത്തോടെ കൂടി നാം 14-ാം തീയതി നടത്തുന്ന ശക്തി പ്രകടനത്തിലും നമ്മുടെ 2 ദിവസത്തെ പ്രതിനിധി സമ്മേളനത്തിനും കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളെയും പൂർണ്ണമായ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.